എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ മാവൊക്കെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പ് കലക്കി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം വേറെ അടുപ്പിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചായിരുന്നു, പാല് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ. ദോശയ്ക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചമ്മന്തിയൊക്കെ തേങ്ങയൊക്കെ അരച്ചെടുത്തായിരുന്നു. അതിനൊന്ന് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡിയായി. ഇവർക്ക് ചിലർക്ക് നല്ല കട്ടി കുറഞ്ഞ ദോശ വേണ്ടിയേ, അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെ കട്ടി കുറഞ്ഞ ദോശ കൊടുത്തു. പിന്നെ ചായയൊക്കെ എടുത്ത്. അപ്പോൾ ഇന്നലെ മീൻകറി വെച്ചായിരുന്നു. അപ്പം ആ കറി കഷ്ണങ്ങൾ ഇത്തിരി ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ചെന്നാൽ ഇന്നത് എടുത്തങ്ങ് വറുത്തേക്കാന്ന്. ആ കറിയിൽ നിന്ന് ഞാൻ അന്നേരം മസാലയൊന്നും നമുക്ക് പുരട്ടണ്ട, അത് തന്നെ എടുത്ത് ഞാനൊന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. തീ ഏറ്റവും കുറച്ചിടണം, അല്ലെങ്കിൽ മസാലയൊക്കെ മൂത്ത് നമ്മുടെ മൂക്കിൽ കയറും. അത് വെന്തതല്ലേ, ഇനിയൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇച്ചിരി ലിവർ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഒന്നും ലിവർ കഴിക്കാറില്ല. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് വറക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഒന്ന് ഞാൻ തിരിച്ചിടാൻ നോക്കിയോണ്ടേ അത് ഇച്ചിരി ഒന്ന് അതിൽ അടുക്കി പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അടുക്കി പിടിക്കുന്നുണ്ട്, തിരിച്ചിടാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണോ, ഗ്യാസ് അങ്ങ് ഓഫാക്കിയിട്ട് പാനൊന്ന് തണുക്കാനായിട്ട് വിടണം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കുവാണെങ്കിൽ അത് പൊടിയാതെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ തോരൻ വെക്കുന്നത് ഉരുളൻകിഴങ്ങ് തോരന. അപ്പോൾ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് ഇതിലേക്ക് കറിവേപ്പിലയിട്ട് ഒരു സവാള ഒന്നിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ, തോരൻ വയ്ക്കാൻ ഞാൻ കുറച്ച് തേങ്ങ എടുക്കത്തുള്ളൂ ഈ ഉരുളൻകിഴങ്ങ് തോരനും. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ചെറുതായിട്ട് അരിഞ്ഞ് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലിവർ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഈ പാനൊന്ന് ഓഫാക്കി ഇട്ടേക്കുമായിരുന്നു. ഓഫായി ആ പാത്രം ഒന്ന് തണുത്തുണ്ടേ ആ മീൻ നമുക്ക് നന്നായി തിരിച്ചിടാൻ പറ്റും, ഒന്നുപോലും പൊടിയത്തില്ല. ഇവിടെ ഇപ്പോൾ ഉരുളൻകിഴങ്ങ് തോരനൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ ലിവർ വെന്തായിരുന്നു, കരൾ വെന്തു. ഞാനിപ്പം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞതിങ്ങനെ ഒരു സ്ലൈസായിട്ട് അരിഞ്ഞതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വാട്ടിയിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് എത്രയും വേണോ അതനുസരിച്ച് ചേർക്കാം. എന്നിട്ട് പെരിഞ്ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നേ. എന്നാൽ ഞാൻ ഇതിലേക്ക് നമ്മുടെ ലിവർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇച്ചിരി ചെറിയ തീയിലവിടെ കിടക്കട്ടെ. ആ ലിവറിൻ്റെ അകത്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണേ. ഞാനങ്ങനെ ചെറിയ തീയിൽ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിവർ ഫ്രൈ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.